നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അമലു ഛർദ്ദിക്കുന്നുണ്ട്. ഇനിയിപ്പോ കല്യാണി പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയണം. പക്ഷെ അമലു സമ്മതിക്കുന്നില്ല. വേലു പറഞ്ഞു, കണ്ടില്ലേ സാറമ്മേ, ഇവളോട് എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല. എന്തിനാ അമലു ഇങ്ങനെ വാശി പിടിക്കണേ? ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോകണ്ടേ? വേണ്ട, എനിക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട. ശരി, പോകണ്ടെങ്കിൽ പോകണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഗ്യാസിന്റെ മരുന്നുണ്ട്. ചിലപ്പോൾ ആഹാരമൊന്നും കഴിക്കാത്തതുകൊണ്ടായിരിക്കും എന്ന് കല്യാണി പറഞ്ഞു. ആഹാരം കഴിച്ച് കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പോഴേക്കും കുറച്ച് വെള്ളവുമായിട്ട് വെയിലും അങ്ങോട്ട് വന്നു. ദേ, ഈ വായും മുഖമൊക്കെ ഒന്ന് കഴുകാൻ പറഞ്ഞുകൊണ്ട് അത് വാങ്ങിയിട്ട് കല്യാണി കൊടുത്തു അമലുവിന്റെ കയ്യിലേക്ക്. അമലു അങ്ങനെ കൈയും വായും ഒക്കെ കഴുകി വീണ്ടും അവർ വീട്ടിലേക്കുള്ള യാത്ര തുടരുവാണ്. അതേ സമയത്ത് ജയിലില് മനോഹറും സഹപ്രവർത്തകരും കൂടെ തിരക്കിട്ട പണിയിലാണ്. അപ്പൊ അവർക്കൊരു ജോലി കൊടുത്തിരിക്കുന്ന ഒരു വാട്ടർ ടാങ്ക് എടുത്ത് മാറ്റി അങ്ങ് മാറ്റി വെക്കണം. അങ്ങനെ അതിനു വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വാർഡൻ വന്നിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഒരു കമ്പി ഇട്ട് അടിയിലേക്ക് ഇട്ട് അതങ്ങോട്ട് പൊക്കി മാറ്റി വെക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കമ്പി പോയി മനോഹർ എടുത്തുകൊണ്ട് വന്ന് ആ ജോലി ചെയ്യുവാണ്. ആ സമയത്ത് അവിടെ മാറി രാഹുൽ നിൽക്കുന്നുണ്ടായിരുന്നു. രാഹുൽ അവിടെ തൂമ്പാക്കി കളിച്ചുകൊണ്ടിരിക്കുക. വാർഡൻ അങ്ങോട്ട് മാറിയ സമയത്ത് തന്നെ രാഹുൽ അവിടേക്ക് വന്നു. രാഹുൽ അവിടേക്ക് വന്നിട്ട് മനോഹറിനെ വിളിച്ചു. എടാന്ന് പറഞ്ഞ് വിളിക്കുവാണ്. നിനക്ക് സൂയിച്ച് ജീവിക്കാൻ നീ വിചാരിക്കണ്ടാ. നിന്നെ ഞാൻ തീർത്ത് കളയൂടാ. എന്റെ മോൾക്ക് സമാധാനമാണെങ്കിൽ നീ ഈ ഭൂമിയിൽ നിന്ന് പോണെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ മനോഹറിന് ദേഷ്യം വന്നു. മനോഹർ പറഞ്ഞു, താനൊന്ന് പോടോ അവിടെ നിന്ന് പറയണം. എടാ നിന്നെ ഞാൻ കൊല്ലൂടാന്ന് പറയണം, എന്നാ പാടാന്ന് പറയണം. ആ സമയം രാഹുലിന്റെ കയ്യിൽ ഒരു മമ്മട്ടി ഉണ്ടായിരുന്നു, തൂമ്പ ഉണ്ടായിരുന്നു. രാഹുൽ ആ തൂമ്പയായിട്ട് പാഞ്ഞു വന്നു. ഈ സമയം മനോഹറിന്റെ കയ്യിൽ കമ്പിയായിരുന്നു. മനോഹർ കമ്പി വെച്ച് ഒറ്റ ഒരു തട്ടു കൊടുത്തു. തൂമ്പ തെറിച്ചുപോയി. പിന്നീട് അവർ രണ്ടുപേരും കൂടെ കയ്യാങ്കളി നടത്തണം. അവിടെ കിടന്ന് സഹപ്രവർത്തകരൊക്കെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴേക്കും വാർഡനും മറ്റു പോലീസുകാരും കൂടി ഓടി വന്നു. എന്താടാ എന്താടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ച് രണ്ടെണ്ണത്തിനും പിടിച്ചു മാറ്റി. പിന്നീട് രാഹുലിന്റെ കർണം തീർത്തൊന്ന് പൊട്ടിച്ചു. എടാ നിന്നെ ഞാൻ അവിടെ മാറ്റി നിർത്തിയല്ലടാ, പിന്നെ നീ എന്ത് കാണിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. ആ സമയം രാഹുൽ പറഞ്ഞു, സാറേ എന്നെ വിട് സാറേ, എനിക്ക് അവനെ തീർക്കണമെന്ന് പറയണം. എടാ നീയൊക്കെ കൂടി എന്റെ ജോലി കളയിക്കോ? ഒരു വിധത്തിൽ ഒരു സമാധാനത്തോടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്റെ പണി പോകുന്നാ തോന്നേ. യുവമാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ പറഞ്ഞു, സാറേ യുവമാരെ അങ്ങോട്ട് ഒരുത്തനെ അങ്ങോട്ട് മാറ്റിയാലോ? മാറ്റാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് മാറ്റാൻ പറ്റണ്ടേ? ഇവന്മാർ ഇവിടെ കിടന്ന് തല്ലി ചത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നോക്കുന്നവന്മാർക്കാണല്ലോ ബുദ്ധിമുട്ട് കൂടുതൽ. ഇവന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് മനോഹറിനെ വിളിച്ചിട്ട് രാഹുൽ പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ. എപ്പോഴാണോ എന്റെ കൈ കിട്ടും നിന്നെ? ഒന്ന് പോടോ അവിടുന്ന്. താനിനിയിപ്പൊ തല്ലാൻ വന്നിട്ടുണ്ട് ഞാൻ കൈയും കെട്ട് നോക്കിയിരിക്കുന്നാണോ ഓർക്കുന്നത്? ഒരു കാരണവശാലും ഇല്ല. പിന്നീട് പോലീസാണ്ട് പറഞ്ഞു, സാറേ ഇനി ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല. ഇത്രയും നാൾ ഞാൻ തല്ല കൊണ്ടുകൊണ്ട് നിന്നു. പക്ഷെ ഇനി ഇയാൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും പ്രതിരോധിക്കുക തന്നെ ചെയ്യും. പിന്നീട് രാഹുലിനോട് പറഞ്ഞു, എന്റെ മോളുണ്ടല്ലോ, എന്റെ മോളെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ കാണൂടാ. തന്റെ മോളെന്നല്ല താനെന്നല്ല ആരെതിർത്താലും ഞാൻ അവളെ കാണും. തന്റെ മോളുടെ മാത്രം ചോരയില്ല, അതെന്റെ ചോരയും കൂടെയാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് മനോഹർ തന്റെ ജോലി തുടരുവാണ്. ഈ സമയത്ത് രാഹുലിനെ മറ്റു പോലീസുകാരെ പിടിച്ചോണ്ടുപോയി. അപ്പോഴേക്കും മനോഹറിന്റെ അടുത്ത് വന്നിട്ട് മറ്റു പോലീസുകാർ ചോദിച്ചു, എടാ നിനക്കിപ്പോ ഭയങ്കര ധൈര്യമാണല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും സഹതടവുകാർ പറഞ്ഞു, അതെ അതെ ഇവരിപ്പോ ഭയങ്കര ധൈര്യമാ. എന്റെ സാറേ നമ്മൾ പേടിച്ചു മാറി ഇരുന്നിട്ട് കാര്യമില്ല. അവൻ എന്റെ തലയിൽ കയറി നിരങ്ങുക. ഇനി ഒന്നെങ്കിൽ ജീവിക്കും അല്ലെങ്കിൽ മരിക്കും, ഞാനൊന്ന് തീരുമാനിച്ചെന്നൊക്കെ പറഞ്ഞു. അതേസമയം രാഹുലിന് നല്ല ദേഷ്യമായിരുന്നു. രാഹുലിന്റെ അടുത്തേക്ക് വാർഡൻ വന്നിട്ട് പറഞ്ഞു, എടാ നിന്നോട് എത്ര വട്ടം പറഞ്ഞാലും നിനക്ക് കേൾക്കത്തില്ലേ? സാറേ ഞാൻ അവനെ കൊല്ലും, കൊന്നിട്ട് ഞാൻ അടങ്ങുള്ളൂ പറയാം. കൊല്ലും കൊല്ലും. ആരാ ചാകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അവനാണോ നീയാണോ എന്ന് കരുതിയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർഡൻ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി. അതേ സമയത്ത് കല്യാണി വേലു അമലും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുവാണ്. കാർത്തിയുടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ഭാനുപതി മുത്തശ്ശി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ആ മോളെ ഇവരെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞായിരുന്നു എന്ന് പറയാണ്. ആ സമയത്ത് കല്യാണി വെച്ചത് ആരാന്ന് മനസ്സിലായോ? ഇതെന്റെ അമ്മുമ്മയാന്ന് പറയാണ്. പിന്നീട് അമലുവിനെയും വേലുവിനെയും അങ്ങനെ പരിചയപ്പെടുത്തുവാണ്. അപ്പോഴേക്കുമാണ് കാർത്തി അങ്ങോട്ട് വരുന്നത്. കാർത്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, ഇതാ എന്റെ ചേച്ചി, എന്റെ ചേച്ചിയെ കൊല്ലാനായിട്ടാണ് അവൻ നടക്കുന്ന ആ ദുഷ്ടൻ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞു. ആ സമയത്ത് കാർത്തിക വന്ന് അമലുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമലുവിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു, എന്നാലും ആ ദുഷ്ടന് ഈ കൊച്ചിന്റെ അച്ഛനെയല്ലേ കൊന്നുകളഞ്ഞേ, ആ മൂപ്പനെ കൊന്നുകളഞ്ഞല്ലേ? എന്നാലും കുറച്ച് കഷ്ടമുണ്ട് കൊച്ചേ. ഇന്നലെ കണ്ട ഒരുത്തനെ നീ ഇങ്ങനെ അമിതമായിട്ട് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് എന്തായി? അവൻ നിന്റെ അച്ഛനെ കൊന്നിട്ട് പോയില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും കല്യാണം പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയണ്ട അമ്മൂമ്മയെന്ന് പറയണം. അപ്പോഴേക്കും വേലു പറഞ്ഞു, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ അവനെ തീർക്കാൻ അമ്മൂമ്മേ. അവനെ ഞങ്ങൾ തീർക്കും. ഞങ്ങളുടെ കയ്യിൽ അവനെ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് തീർത്തിട്ടേ പോകത്തുള്ളൂ. അവൻ ഈ കല്യാണത്തിന് വരുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാന്ന് പറയണം. ആ സമയത്ത് കാർത്തിയോട് കല്യാണി പറഞ്ഞു, ചേച്ചി അമലുവിനെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. അമലുവിന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ നല്ല ഛർദിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ക്ഷീണമുണ്ട്.
ഇവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ പറയണം. അങ്ങനെ അമലുവിനെയും വേലുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴേക്കും അമ്മൂമ്മ ഒന്ന് അടിമുടി അമലുവിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കല്യാണി ചോദിച്ചു, കല്യാണി അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുക. എന്ത്? അല്ല അവനും ഇവളും തമ്മിൽ അങ്ങനെ അടുപ്പത്തിലായിരുന്നോ? അതെന്താ അമ്മൂമ്മ അങ്ങനെ ചോദിച്ചേ? അല്ല ഈ കൊച്ചിന് ഇനി വല്ല അബദ്ധവും പറ്റിയിട്ടുണ്ടോന്ന്. അബദ്ധമോ? അതെ വല്ല ഗർഭിണിയാണോന്ന്. അങ്ങനെയൊന്നുമില്ല അമ്മൂമ്മ, ആഹാരം ഒന്നും കഴിക്കാത്തോണ്ടുള്ള പ്രശ്നമാ, അതുകൊണ്ടുള്ള ഛർദിയും കാര്യങ്ങളും. പറയാൻ പറ്റില്ല, അവനെ വിശ്വസിക്കാൻ പറ്റില്ല ഗംഗാപ്രസാദിനെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് അമ്മൂമ്മ പറഞ്ഞു. ഇതേ സമയത്ത് മനോഹറിന്റെ അടുത്തേക്ക് സഹതടവുകാരൻ വന്നിട്ട് പറഞ്ഞു, കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട്, എന്ത് ധൈര്യമായിരുന്നു നീ ഏട്ടന്. ആ രാഹുലിനെ അടിച്ച് ഞാനൊക്കെ ഞെട്ടിപ്പോയെന്ന് പറയണ. എടാ നമ്മളിങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ പറയുന്ന രാഹുലിനെ വിക്രത്തിന്റെ ഒക്കെ മുന്നിൽ നമ്മൾ തല കുനിച്ച് നിൽക്കരുത്. അവരൊക്കെ പറയുന്ന കേട്ട് അനുസരിച്ച് നിന്നാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ ഇനി അങ്ങനെയല്ല, എന്നെ തല്ലാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു തല്ലുക തന്നെ ചെയ്യും, അവരെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഇഷ്ടപ്പെടാത്ത കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചിരിക്കും തോറും അവർ നമ്മുടെ തലയിലേക്ക് കയറി നിരങ്ങുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അയാൾ പറഞ്ഞു, ശരിയാ, പക്ഷെ സൂക്ഷിക്കണം കേട്ടോ ഏട്ടാ, സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിനക്കറിയാലോ എന്നെ കൊല്ലാനായിട്ടാ നടക്കുന്നേ രാഹുല്. അത് പിന്നെ ഏട്ടാ, അയാളുടെ മോളുണ്ടല്ലോ ചേട്ടന്റെ ഭാര്യ, അവളാണ് പറഞ്ഞിരിക്കുന്നത് ചേട്ടനെ കൊല്ലണോന്ന്. എടാ അത് പറയാനുള്ള അവകാശം അവൾക്കുണ്ട്, കാരണം ഞാൻ അവളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊല്ലാനായിട്ടൊന്നും പറ്റുമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അവളും തെറ്റ് ചെയ്തിട്ടുണ്ട്. അവള് കല്യാണിയും കിരണിയും ഒക്കെ കൊല്ലാൻ നടന്ന അവൾക്കിപ്പം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലൊരു മാറ്റം എനിക്കുണ്ടായിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്നെ ഉൾക്കൊള്ളണ്ടേ? എനിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ അംഗീകരിക്കാൻ തയ്യാറാണ്ടേ? എന്റെ മോളെ പോലും അവളൊന്ന് കാണിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്റെ മോളെ ഞാൻ ഇന്നാൾ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവള് മോളെ കാണിച്ചില്ല. എനിക്ക് എൻ്റെ മോളെ കാണണമെന്ന് ആഗ്രഹമില്ലേ? ഞാൻ എൻ്റെ മോളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടാ. എൻ്റെ മോൾക്ക് വേണ്ടി മാത്രം ഇപ്പം ഞാനിവിടെ ജീവിച്ചിരിക്കുന്ന പോലും. അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എനിക്ക് എൻ്റെ മോളെ കാണണം, ഇവിടുന്ന് ഇറങ്ങിയാലും ഞാൻ എൻ്റെ മോളെ കാണുമെന്നൊക്കെ ഒരു വാശിയോടുകൂടി മനോഹർ പറഞ്ഞു. ഇതേ സമയം സ്റ്റെഫി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ സ്റ്റെഫിയുടെ അടുത്ത് സഹതടവാരിയുണ്ട്, സെല്ലിനകത്താണ് അവര്. ആ സമയത്ത് അവര് പറഞ്ഞു, എടി നിനക്കത് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലേ, നിനക്ക് എന്താടി തലകറക്കമാന്ന് പറഞ്ഞു ഓരോന്നൊക്കെ അഭിനയിച്ചിരിക്കുവല്ലേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റെഫി ചോദിച്ചു, ചേച്ചിക്ക് എന്താന്ന് ചോദിക്കുകയാണ്. എടി നാണം ഉണ്ടോടി നിനക്ക്? ലോകം കണ്ട ഏറ്റവും വലിയൊരു ക്രിമിനലിനെ കെട്ടാനായിട്ട് ഇരിക്കുന്ന അവള്. എടി ഇത്തിരിയെങ്കിലും നാണം ഉണ്ടാ നീ അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കത്ത് പോലും ഇല്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റെഫി പറഞ്ഞു, ചേച്ചിയുടെ കാര്യം നോക്കിയാൽ മതി. അതെ നമ്മളെ കാത്തിരിക്കാൻ ഒരാളുള്ള ഒരു സുഖം തന്നെയല്ലേ ചോദിക്കുക. പിന്നെ സുഖമാണ് പോലും. നിനക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ട നീ അവന്റെ പിന്നാലെ നടക്കോ? അല്ല അവൻ കാട്ടിലേക്ക് അങ്ങോട്ട് രക്ഷപ്പെട്ടെന്നല്ലേ പറഞ്ഞേ, കാട്ടിലുണ്ടെന്നല്ലേ പറയണേ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആ കാട്ടുമൂപ്പന്റെ പെണ്ണിനെ മിക്കവാറും അവൻ വളച്ചൊടിച്ച് കാണും, അതിനെ വല്ല പ്രഗ്നന്റ് ആക്കി കാണും. മൂപ്പനെ കൊന്നിട്ടല്ലേ അവൻ കടന്നു കളഞ്ഞിരിക്കുന്നത്. അപ്പൊ കാര്യങ്ങൾ കുറച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവരും. ആ സമയം സ്റ്റെഫി പറഞ്ഞു, അവൻ അത്രക്കാരനൊന്നുമല്ല, അവൻ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയാം. പിന്നെ ആണല്ലേ വർഗം, നിനക്ക് ആണുങ്ങളെ കുറിച്ച് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ. അവൻ മിക്കവാറും ആ പെണ്ണിനെ വളച്ചു കാണും, അതിന്റെ വയറ്റിലും ഉണ്ടാക്കിയിട്ടായിരിക്കും അവിടുന്ന് കളന്നു കളഞ്ഞിരിക്കുന്നത്. നീ അറിയാൻ പോകുന്നുള്ളൂ അവൻ എത്ര വലിയ ചതിയനാന്നുള്ള കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്റ്റെഫി പറഞ്ഞു, ചേച്ചി അവനെ കുറിച്ച് കൂടുതൽ പറയണ്ട, എനിക്കിഷ്ടമില്ല എന്ന് പറയണം. പറയുന്നില്ല, നീ അനുഭവിച്ചാലോ പഠിക്കുള്ളൂ, നീയൊക്കെ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് എണീക്കുവാണ്. ഇതേ സമയത്ത് മനോഹർ ജോലി ചെയ്യുവാണ്. ജോലി ചെയ്യുന്ന സമയത്താണ് രാഹുൽ എടാന്നും പറഞ്ഞുകൊണ്ട് ഒരു തൂമ്പയൊക്കെയായിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നത്. മുമ്പേ ഒരു വഴക്ക് കഴിഞ്ഞുള്ളൂ, വീണ്ടും മനോഹറിനെ അടിക്കാനായിട്ട് വരുവാണ്. ആ സമയത്ത് മനോഹർ തിരിയാൻ തുടങ്ങുമ്പോഴത്തേനും ഒറ്റ ചവിട്ടായിരുന്നു മനോഹറിന്റെ പുറം നോക്കി. മനോഹർ വീണു. ആ സമയം തൂമ്പ വെച്ച് മനോഹറിന്റെ തലയ്ക്കടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും മനോഹർ ചാടി എഴുന്നേറ്റ് രാഹുലിന്റെ ഇടിക്കുവാണ്. പിന്നെ അവിടെ നല്ല ഇടി തന്നെയാണ് രണ്ടുപേരും തമ്മിൽ. ആ സമയത്ത് സഹതടവരൊക്കെ നോക്കിയിരുന്നു. ഈ തവണ ഇടയ്ക്കിലേക്ക് കയറിയില്ല. അവന്മാര് തമ്മിൽ തല്ലട്ടെ, രണ്ടുപേർക്ക് ആരോഗ്യം ഉണ്ടല്ലോ, തല്ലി തീർക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രാഹുലിന്റെ നല്ല രീതിയിൽ തന്നെ മനോഹർ കൊടുത്തു, വിട്ടുകൊടുക്കാൻ പോയില്ല. അപ്പോഴേക്കാണ് വിക്രം ഓടി വരുന്നത്. വിക്രം ഓടി വന്നിട്ട് മനോഹറിനെ പിടിച്ചു മാറ്റി മനോഹറിനെ തല്ലാൻ തുടങ്ങുകയാണ്. മനോഹർ വിടുവോ? മനോഹർ വിക്രത്തിനും തൊഴി കൊടുത്തു. അങ്ങനെ രണ്ടെണ്ണത്തിന് നല്ല വിധം തന്നെ കൊടുത്തു. ഈ സമയത്ത് രാഹുൽ എഴുന്നേറ്റ് വന്നിട്ട് മനോഹറിന്റെ കഴുത്തെ പിടിച്ച് ഞെക്കി കൊല്ലാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കാണ് ഒരു പോലീസുകാരൻ അങ്ങോട്ട് ഓടി വരുന്നത്. എടാ നീയൊക്കെ തല്ലി ചാകുകയെന്ന് ചോദിച്ചിട്ട് വന്ന് പിടിച്ചു മാറ്റുവാണ്. രാഹുലിന്റെ കണ്ണം തീർത്ത് ഒന്നുകൂടെ അങ്ങോട്ട് പൊട്ടിച്ചു. ഈ സമയം മനോഹർ അടിച്ചു, നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കുക. എന്റെ സാറേ എനിക്കല്ല ഭ്രാന്ത് പിടിച്ച് ഇയാൾക്ക, ഞാനിവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇയാളാ വന്ന് എന്നെ തൊഴിച്ചെന്ന് പറയണം. രാഹുലിനോട് പറഞ്ഞു, നീ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നെ അല്ലേന്ന് ചോദിക്കുകയാണ്. നീയൊക്കെ ഇവിടെ കിടന്ന് എന്തൊക്കെ കൂത്താടാ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചു. പിന്നീട് സഹതടവരോടിച്ചു, നിങ്ങളെന്താ ഒന്നും ചെയ്യാതിരുന്നേ, നിനക്ക് പിടിച്ചു മാറ്റാൻ പറ്റില്ലെന്ന് ചോദിക്കണം. എത്രയെന്ന് വെച്ചാൽ സാറേ അതിന്റെ ഇടയ്ക്കിലേക്ക് കയറുന്നേ, അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി, രണ്ടുപേരും കൂടെ തല്ലട്ടെ എന്ന് വിചാരിച്ചു. ഒടുവില് വിക്രത്തിനെ രാഹുലിനെ അങ്ങോട്ട് പിടിച്ചു മാറ്റിക്കൊണ്ട് പോവാണ് പോലീസുകാരെ. ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലോ നിന്നെയൊക്കെ ശരിയാക്കൂന്ന് പറഞ്ഞു.
അങ്ങനെ വിക്രവും മനോഹറും കൂടെ ഒരു സൈഡിൽ പോയിരിക്കണം. നല്ല രീതിയിൽ തന്നെ ചത കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉം. അവൻ നന്നായിട്ട് തല്ലി. എന്റെ കാല് നല്ല വേദന എടുക്കുന്നുണ്ടെന്ന് പറയണം. വിക്രം പറഞ്ഞു, ഞാനും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അങ്കിളെ അവൻ ഇങ്ങനെ തല്ലൂന്ന്. അവനിട്ടുള്ള ഞാൻ വെച്ചിട്ടുണ്ട്, അവനെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നേ. പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, നിനക്കൊന്നും കിട്ടിയത് പോരടാ. നീയൊക്കെ പിന്നെ എന്തിനാടാ വീണ്ടും വീണ്ടും ചെല്ലുന്ന കയറുന്നേന്ന് ചോദിച്ചു. സാറേ, നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ കൊടുത്തിട്ടുണ്ട്. മുമ്പത്തെ പോലെ ഒന്നും അല്ല അവന്റെ സ്വഭാവം അറിയാലോ, അവനിപ്പം നല്ല മാറ്റമുണ്ട്. പിന്നെ നീയൊക്കെ എന്തിനാടാ ഈ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകുന്നേ? ദേ സാറേ, എന്റെ മോളുടെ ജീവൻ നശിപ്പിച്ചവൻ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? എടാ, നിന്റെ മോളുടെ ജീവൻ നശിപ്പിച്ച കാര്യം അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവന് കുറച്ച് മാനസാന്തരം വന്നിട്ടുണ്ട്. അത് നീയൊക്കെ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ. പിന്നെ മാനസാന്തരം, എന്റെ സാറേ, എന്റെ മോളെ സ്വന്തമാക്കാൻ്റെ അവ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ, എന്റെ കൊച്ചുമോളെ. എടാ, നിന്റെ കൊച്ചുമോളെന്ന് പറയുമ്പോ അത് അവളുടെ മോളല്ലേ, അല്ല അവന്റെ മോളല്ലേ എന്ന് ചോദിച്ചു. സാറേ, അതിപ്പോ എന്റെ മോൾ അംഗീകരിക്കുന്നില്ലോ. നിന്റെ മോൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ സത്യം അതല്ലേടാ. അപ്പൊ പിന്നെ അവൻ ആഗ്രഹമില്ലേ അവന്റെ മോളെ കൊഞ്ചിക്കണം എന്നൊക്കെ? സാറേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അവന് ഇഷ്ടം പോലെ വേറെ പെൺകൊച്ചുങ്ങളും ആൺകൊച്ചുങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയണം. ഇഷ്ടം പോലെ ഇടത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എടാ, അതിനുള്ള കാരണം അവൻ പറഞ്ഞിട്ടില്ലേ അവരെയൊക്കെ സ്നേഹിക്കാത്തന്റെ. കൂടുതൽ കാലം നിന്റെ മോളോടും പിന്നെ കൊച്ചുമോളോടൊപ്പമാണ് അവൻ കഴിഞ്ഞ്. അപ്പൊ അതുകൊണ്ടാണ് അവൻ അവരോടൊപ്പം നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നതൊക്കെ. അതെന്താടാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാഹുലിനെ ചീത്ത പറയാണ് പോലീസുകാരൻ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.